വന്ദേ മാതരം ഗീതത്തെ വളർത്തിയ, ഇന്ത്യയെ വളർത്തിയ മുഹമ്മദ് അലി ജിന്നയുടെ ഈ വിഭജനത്തിന് ശേഷം വന്ദേ മാതരം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ അങ്ങ് പാകിസ്ഥാനിൽ പോയി. ഇവിടെ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങൾ ദേശീയ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ ഈ ഗാനം പൂർണ്ണമായും പാടിക്കൊണ്ട് ഈ പെറ്റുവീണ മണ്ണിൽ മരിച്ചു വീഴുമെന്നാണ് ഈ സദസ്സിന്റെ മുന്നിൽ എനിക്ക് പറയാം. പക്ഷേ കോൺഗ്രസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. എന്റെ കോൺഗ്രസെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ മുസ്ലിം എന്ന് പറയുന്നത് അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ വഹ്യാത്തായിരുന്നു. അദ്ദേഹം ഈ ഗാനത്തിന്റെ ആരാധകനായിരുന്നു. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അദ്ദേഹത്തിന് ഒരു പാട്ടാൻ മുസ്ലിം സൈന്യം തന്നെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരുടെ സൈന്യം. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എല്ലാ വേദികളിലേക്ക്, സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ വേദികളിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ചെറുപ്പക്കാർ വന്ദേ മാതരത്തിന്റെ ചരണങ്ങൾ മുഴുവൻ പാടി നടന്നു എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം അദ്ദേഹം പാകിസ്ഥാനിലാണെങ്കിലും അദ്ദേഹം പലപ്പോഴും പാകിസ്ഥാനിലെ ജയിലായിരുന്നു. അവസാനം അദ്ദേഹം ആഗ്രഹിച്ചത് എനിക്ക് അന്വേഷണേണ്ടത് അഫ്ഗാനിസ്ഥാനിലാണെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ ഈ ഗാനത്തെ അംഗീകരിച്ചു. ഈ ഗാനത്തെ അംഗീകരിക്കാത്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്നറിയോ? പന്നിയിറച്ചിയായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഒരു ഇസ്ലാമിക വിശ്വാസം ഉണ്ടായിട്ടില്ല. അദ്ദേഹം 1937 ദേശീയ ഗീതത്തെ വെട്ടിമുറിച്ചത് അദ്ദേഹത്തിന് ഇന്ത്യ വെട്ടിമുറിക്കാനുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ആദ്യം ഇന്ത്യ ഈ ഗാനത്തെ വെട്ടിമുറിച്ചു, എന്നിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി. ആ പാകിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കുന്ന വേണ്ടിയിട്ടുള്ള വിഘടനവാദത്തിന് അടിത്തറയായിരുന്നു, ഇന്ത്യ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ അടിത്തറയായിരുന്നു ഈ വന്ദേ മാതരത്തെ പിളർത്തുന്ന സമീപനം. അതേ സമീപനം ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നു. ഇന്നലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ഡൽഹിയിൽ ചേർന്നു. അവര് പ്രമേയം പാസാക്കി, ഞങ്ങൾ ഇതിന്റെ മുഴുവൻ ചരണവും പാടില്ല എന്ന്. എനിക്ക് സോണിയാഗാന്ധിയോട്, രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാണ്. അതിനെ വെല്ലുവിളിച്ചവർക്കൊന്നും ഈ ജനാധിപത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത്? ഇന്ത്യയിൽ സംഭവിച്ചത് വന്ദേ മാതരം ഗീതത്തെ വളർത്തിയ, ഇന്ത്യയെ വളർത്തിയ മുഹമ്മദ് അലി ജിന്നയുടെ ഈ വിഭജനത്തിന് ശേഷം വന്ദേ മാതരം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ അങ്ങ് പാകിസ്ഥാനിൽ പോയി. ഇവിടെ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങൾ ദേശീയ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ ഈ ഗാനം പൂർണ്ണമായും പാടിക്കൊണ്ട് ഈ പെറ്റുവീണ മണ്ണിൽ മരിച്ചു വീഴുമെന്നാണ് ഈ സദസ്സിന്റെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ദേശീയ ഗീതം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി. മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഇത് പാകിസ്ഥാൻ ലീഗല്ല, കൊടി പേര് ഒക്കെ പാകിസ്ഥാൻ ലീഗിന്റെ, ജിന്നയുടെ ലീഗിന്റെ രൂപവും സ്വഭാവമാണെങ്കിലും ഇത് വളരെ മതേതരത്വമുള്ള പാർട്ടിയാണ് എന്നായിരുന്നു കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിനകത്ത് ഒരു വലിയ ശക്തി ജിന്നയുടെ രാഷ്ട്രീയ വികാരം ഉൾക്കൊള്ളുന്നവരുണ്ട് എന്നാണ് പറയാനുള്ളത്. ആ ഉൾക്കൊള്ളുന്നവരിൽ ചിലർ പണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ വിളിച്ച മുദ്രാവാക്യമുണ്ട് ലീഗുകാര്, എട്ടണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. അങ്ങനെ വിളിച്ച ആളുകളുടെ പിന്മുറക്കാരാണ് ഇന്ന് വന്ദേ മാതരത്തെ എതിർക്കുന്ന മുസ്ലിം ലീഗുകാർ. ആ മുസ്ലിം ലീഗുകാരുടെ ഈ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് നുരഞ്ഞു പോത്തുന്നുണ്ട്.